ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ ശങ്കരനാരായണൻ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, വേദ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നീ എന്തൊക്കെ ഇതിൻ്റെ പിന്നിൽ നിൻ്റെ കൈകൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ അച്ഛൻ്റെ ക്രോസ് വിസ്താരത്തിൽ നിൽക്കാൻ എനിക്ക് ഒഴിവില്ല, ഞാനൊന്ന് മേലെ പോയിട്ട് എനിക്കൊരു സത്യം തെളിയിക്കാണ്ട് ഞാനൊന്ന് മേലെ പോയിട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, നീ എൻ്റെ മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്തൊക്കെ ചെയ്ത് അച്ഛൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഞാൻ തന്നെയാണ് വിക്രത്തിൻ്റെ ഏട്ടനെ ജയിലിൽ കുടുക്കിയത്, വിക്രത്തിനെ കള്ളക്കേസിൽ പെണ്ണ് കേസിൽ കുടുക്കിയത് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ദേഷ്യം വരുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ വേദയും താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ വേദോട് പറയേണ്ട, ആരാടി നിൻ്റെ റൂമിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത്. അപ്പോൾ എൻ്റെ റൂമിൽ ആരായ നിങ്ങൾക്ക് എന്താണെന്നൊക്കെ പറയുന്നത്. എന്തായാലും വേദയെ തട്ടി മാറ്റിയിട്ട് നമ്മുടെ ശ്രീകാന്ത് മേലെ പോയിട്ട് റൂമൊക്കെ തിരയുന്നുണ്ട്. റൂമൊക്കെ തിരയണ സമയത്ത് വിക്രമാണെങ്കിൽ പുറത്ത് പോയി ഒളിച്ച് നിൽക്കുന്നുണ്ട്, ഒന്നും കിട്ടണില്ല. ആ സമയത്ത് എവിടെടി അവൻ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ എന്താ, എൻ്റെ റൂമിൽ ആരുമില്ല, എൻ്റെ അമ്മ ആദ്യം പ്രസവിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു അധികാരമില്ല എൻ്റെ റൂമിൽ നോക്കാൻ, നിങ്ങളെപ്പോലെയുള്ള ക്രിമിനൽ അല്ല എന്നൊക്കെ പറയുന്നത്. എന്തായാലും അവൻ്റെ കുഞ്ഞിനെ ഞാൻ നിൻ്റെ വയറ്റിൽ ഇതാക്കാൻ സമ്മതിക്കില്ല അടി, ഈ തറവാട്ടിന് അതൊരു നാണക്കേടാണെന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ വേദ പറയുന്നുണ്ട്, നിങ്ങളെക്കാട്ടിലും നല്ലവനാണ് വിക്രം, അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ പ്രസവിക്കുകയാണെങ്കിൽ അയാളുടെ കുഞ്ഞിനെ പ്രസവിക്കൂ എന്നൊക്കെ അപ്പം നമ്മുടെ വേദ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്തിനെ ദേഷ്യം വന്നിട്ട് വേദനെ ഇട്ടിട്ട് ഒരുപാട് അടിക്കുന്നുണ്ട്. ഫ്ലവർ വേസ് എടുത്തിട്ട് അടിക്കാൻ പോണ സമയത്ത് നമ്മുടെ വിക്രമിനും എന്തോ അവിടെ പന്തികേടല്ലാന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ വിക്രം എല്ലാം അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എന്തായാലും അത് അടിക്കാൻ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ വിക്രം വന്നിട്ട് ശ്രീകാന്തിനെ ഉന്തിയിടുന്നുണ്ട്. ശ്രീകാന്ത് പോയി വീഴുന്നുണ്ട്. എല്ലാവരും പേടിക്കുന്നുണ്ട് വിക്രം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത്. എന്തായാലും വിക്രം ദേഷ്യം വന്നിട്ട് നമ്മുടെ ശ്രീകാന്തിനെ ഇട്ടിട്ട് പൊട്ടിക്കാൻ പോണ സമയത്ത് നമ്മുടെ വേദ തടയുന്നുണ്ട്. വേണ്ട വേണ്ട ഒന്നും ചെയ്യേണ്ട, വിട്ടേക്ക് വിക്രം എന്നൊക്കെ പറഞ്ഞിട്ട് വേദ വിക്രത്തിൻ്റെ കൈ പിടിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശങ്കരനാരായണനോട് നമ്മുടെ വേദ പറയേണ്ട, അച്ഛൻ പറഞ്ഞില്ലേ ഞാൻ എന്തിനാ ഈ വീട്ടിലേക്ക് വന്ന, അച്ഛൻ ഞാൻ പറഞ്ഞ ഉത്തരവൊന്നും അച്ഛന് തൃപ്തിയല്ലാന്ന്, എന്തുകൊണ്ടാണ് വന്നത് വെച്ചാൽ ഈ ശ്രീകാന്തേട്ടൻ കാരനാണ്, ഇയാളാണ് എൻ്റെ വിക്രത്തിൻ്റെ അച്ഛൻ തട്ടിക്കൊണ്ടുപോയിട്ട് മയക്ക സൂചിയും കൊടുത്തിട്ട് 3 ദിവസം ബോധമില്ലാതെ കടത്തി. എന്നെ എന്തായാലും അവിടെ വെച്ചിട്ട് എന്നെയും കൊണ്ടുപോയിട്ട് ഇതൊക്കെ കാണിച്ചിട്ട് എന്നിട്ട് ചോദിച്ചു, നിനക്ക് വിക്രമാണോ വേണ്ട, നിൻ്റെ ഈ അച്ഛനെ വെറുതെ വിടാൻ വേണ്ട, അല്ലെങ്കിൽ ഇയാളെ ഞാൻ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പം ഞാൻ അത് പേടിച്ചിട്ട് എനിക്ക് എന്തായാലും അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചേ പറ്റുള്ളൂ, അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ച് പോകുന്നത്. അപ്പോഴും എൻ്റെ മനസ്സിലൊരു വിചാരം ഉണ്ടായിരുന്നു, എന്തായാലും ഇയാളുടെ മുഖം മൂടി ഞാൻ വലിച്ച് കീറും, ഇയാൾ അച്ഛൻ്റെ മുന്നിൽ ഞാൻ എല്ലാ സത്യത്തിനും തെളിയിക്കും എന്നൊക്കെ എൻ്റെ മനസ്സിലത് ഉറപ്പിച്ചിട്ടാണ് ഞാൻ ആ വീട് വിട്ട് ഇറങ്ങി വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് നമ്മുടെ വിക്രം പറയുന്നുണ്ട്, സാറ് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ചെയ്ത തെറ്റൊക്കെ എനിക്ക് ഏറ്റു പറയാനുള്ള കഴിവുണ്ട്, പക്ഷേ ഈ വരുണിനെ കൊന്നിട്ട് ഞാൻ കൊന്നതല്ല, ഞാൻ ആ സമയത്ത് ക്ലബ്ബിലിരുന്ന് കളിക്കായിരുന്നു, അതിന് സാക്ഷി പുളിക്കനാണ്. ഇപ്പം അയാൾ ജീവിച്ചിരിപ്പില്ല, അയാൾ കോടതിയിൽ സാക്ഷി പറയാൻ ഒരുങ്ങവേ അയാളിനെ ആരോ കൊന്നു, അതിൻ്റെയൊക്കെ പിന്നിൽ ഇപ്പം അച്ഛൻ ആരാന്ന് മനസ്സിലായില്ല, അതെന്തായാലും ഞങ്ങളല്ല എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ വേദ പറയുന്നുണ്ട്, ഇതൊക്കെ തെളിയിക്കണ വരെ ഞങ്ങൾക്ക് കുറച്ച് അവകാശം തരണം വെച്ചാൽ, എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് തെളിയിച്ചിട്ട് അച്ഛൻ്റെ മുന്നിലേക്ക് ഒരു വരവും കൂടി വരും എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. പോണ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് വർഷോട് പറയുന്നത്, നീ വേഗം പോയി ഫോൺ വിളിക്കുക, എന്നിട്ട് പോലീസിന് കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ശങ്കരനാരായണൻ പറയുന്നത്, ഇവിടെ ആർക്കും ഫോൺ വിളിക്കില്ല, അവർ പോയിട്ട് അവരുടെ സത്യം തെളിയിച്ച് വരട്ടെ, എന്തായാലും അവൻ പോയ ആൾ എന്തൊക്കെയോ ഒരു സത്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് എനിക്ക്, പക്ഷേ അവൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, നിൻ്റെ ഭാഗത്താണ് തെറ്റുണ്ടെങ്കിൽ നീ ഇവിടെ ഈ വീട്ടിൽ നിൽക്കില്ല ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇറങ്ങി പോകുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് വർഷ അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട്, അച്ഛനോട് എല്ലാ കാര്യം വിളിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് അയാൾ വേഗം പോലീസുകാരനെ വിളിച്ചിട്ട് എല്ലാം വിവരം തെളിയിക്കേണ്ടി എന്നിട്ട് പറയുന്നുണ്ട്, പോയിട്ട് വേഗം പോലീസുകാരനോട് പറയുന്നുണ്ട്, വേഗം പോയിട്ട് തപ്പിയിട്ട് വിക്രത്തിനെ കണ്ടെത്താൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് തെരച്ചിലാടാ വേദന വീട്ടിൽ തെരഞ്ഞ്, അയാളുടെ ശങ്കരനാരായണൻ്റെ വീട്ടിൽ തന്നെ അയാൾ സുഖമായിട്ട് ഭക്ഷണം കഴിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരനോട് ദേഷ്യം പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണം നമ്മുടെ അനിയൻകുട്ടൻ ഇങ്ങനെ പേടിച്ച് വിറച്ചിട്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ജോസഫിനോട് രാജേട്ടൻ പറയുന്നുണ്ട് ചായ കൊടുക്കുന്നൊക്കെ പറയുന്നത്. എന്തായാലും ചായയൊക്കെ കുടിക്കുന്നുണ്ട് നമ്മുടെ അനിയൻകുട്ടൻ. അപ്പോഴേക്ക് ആരൊക്കെ ഗുണ്ടകൾ വന്ന് പൊക്കിക്കൊണ്ടാവാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് അപ്പോഴേക്ക് നമ്മുടെ വിക്രം അവിടെ വന്നിട്ട് നമ്മുടെ അനിയൻകുട്ടനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട്. അവരെവിടേക്കോ പോവുകയാണ്. എന്നിട്ട് രാജേട്ടനോടും നമ്മുടെ ജോസഫിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അനിയൻകുട്ടനെയും കൂട്ടിയിട്ട് നമ്മുടെ വിക്രമവേദിയും സ്ഥലം വിടുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.